ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലബാറിൻ്റെ സ്വന്തം പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ചെറുനാരങ്ങയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഓറഞ്ചിൻ്റെ അത്രയും വലുപ്പമുള്ള പുളി, വാളം പുളി നമ്മൾ ഒരു 1/4 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് കുതിരണം. കുതിർന്നതിന് ശേഷം പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിലേക്കൊരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ ഇതൊരു 3/4 ലിറ്റർ ആക്കി എടുക്കണം. ഇപ്പം നമ്മൾ പുളിയെല്ലാം ഇതേപോലെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് 3/4 ലിറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് നന്നായിട്ട് വറ്റി കുറുകി വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് കുറേ ഉപ്പ് ചേർക്കരുത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ വലിയ ചട്ടി എടുത്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി തിളയ്ക്കുന്ന സമയത്ത് പതഞ്ഞ് പൊന്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വലിയ പാത്രം തന്നെ എടുത്തത്. പിന്നെ ഇത് തിളപ്പിക്കുന്ന സമയത്ത് അടച്ചു വെച്ച് തിളപ്പിക്കേണ്ടതില്ല, തുറന്നു വെച്ചിട്ട് തിളപ്പിക്കുക. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പതഞ്ഞ് പൊന്താനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ 3 എണ്ണം, അതല്ലാന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം. അടുത്തായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഒരു 3 വറ്റൽമുളകും 2 തണ്ട് കരിവേപ്പിലയും കൂടെ ഇടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പാവയ്ക്കയും അതേപോലെ പച്ചമുളകും ചേർക്കാം. പാവയ്ക്ക തീർത്തും ഓപ്ഷണലാണ്. പാവയ്ക്ക ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ പാവയ്ക്ക ചേർത്തെന്ന് വെച്ചിട്ട് വലിയ കയ്പൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പുളിയിഞ്ചിക്ക് മധുരവും പുളിയും എരിവും അതേപോലെ പാവയ്ക്കയുടെ ചെറിയൊരു കയ്പുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതാണ് പാവയ്ക്ക ചേർത്തത്. ഇപ്പം ഇതാ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറായിട്ടുണ്ട്. കരിഞ്ഞു പോവരുത്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളി നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഒത്തിരി വറ്റിപ്പോവരുത്, കുറച്ചൊന്ന് വറ്റിയാൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പാവയ്ക്കയും പച്ചമുളകും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർക്കേണ്ടതുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. ഒരു 2 ആണി ശർക്കര ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പകുതി ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെ മധുരം ഓരോ രീതിക്കാണ്. ഇതിപ്പോൾ ഞാൻ പകുതി ചേർത്തിട്ടുണ്ട്. മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുളി ശരിക്കും ഞാൻ പറഞ്ഞ അത്രയും തന്നെ എടുക്കണം കേട്ടോ. പുളി അത്രയും എടുത്തിട്ട് പുളി നന്നായിട്ട് അതിൽ കിടന്ന് വെന്ത് കുറുകി വന്നാൽ മാത്രമേ പുളിയിഞ്ചിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഇത്രയും കുറുകിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു നുള്ള് ജീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. ഉലുവ അധികമായി പോയിട്ടുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളിയിഞ്ചി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകൂട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ധാരാളമാണ്. നമ്മുടെ പുളിയിഞ്ചി അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മധുരവും എരിവും പുളിയും അതേപോലെ ചെറിയ കയ്പുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസ് എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.